ഈ കിടക്കുന്ന അമേസ് കണ്ടോ, ഇത് നമ്മുടെ അമേസിൻ്റെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ്. ഇപ്പം അമേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡൽ എടുത്താൽ പോലും വാല്യൂ ഫോർ മണി തന്നെയാണ് ആ വാഹനം. കാര്യം അത്രത്തോളം ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഏറ്റവും ബേസ് വേരിയൻറ്റ് വരുന്നത് വി എന്നതാണ്. 951 വി എന്ന വേരിയൻറ്റ് ഓൺ റോഡ്. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നുണ്ട്. 10,95,000 ഓട്ടോമാറ്റിക്കിൻ്റെ ഓൺ റോഡ് വരുന്നത്. അതായത് CVT ആണ് നമുക്ക് ട്രാൻസ്മിഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ കിടക്കുന്ന സെക്കൻഡ് വേരിയൻ്റാണ്. ആ ഒരു സെക്കൻഡ് വേരിയൻറ്റും ഈ ഒരു ബേസ് മോഡലും രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് വൈസ് ഫ്രണ്ട് ലുക്ക് വൈസ് യാതൊരു വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരു ഫോഗ് ലാമ്പിന് മാത്രം വ്യത്യാസമേ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല ഈ ഒരു ബേസ് മോഡൽ. അത് നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യണം. സൈഡ് പോർഷൻ നോക്കി കഴിഞ്ഞാൽ വീൽ കപ്പാണ് വരുന്നത്. പക്ഷേ വൃത്തിയുടെ കാര്യങ്ങളൊന്നും മിററിൽ തന്നെ ടെയിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഷാർപ്പിന് ആൻറ്റിനെ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അകത്തേക്ക് വന്നാൽ മിറർ ഇലക്ട്രിക്കലി കൺട്രോളിലെ ഓപ്ഷൻ, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, AC മാനുവലി കൺട്രോൾ ചെയ്യണം, ചാർജിങ് സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നില്ല. റിയർ സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബേസ് മോഡൽ ആയതുകൊണ്ട് റിയർ AC വെൻ്റ് ഇല്ല. പക്ഷേ ആംറസ്റ്റ് അവർ നൽകി വിത്ത് കപ്പ് ഹോൾഡർ, അതേപോലെ 3 ഹെഡ് റെസ്റ്റ് കൂടി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് കാണാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം.